ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरि वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. എന്നോട് ക്ഷമിക്കണം, ഇന്ന് പറഞ്ഞ സമയം അല്ലായിരുന്നു, ലേറ്റ് ആയി പോയി കുറച്ച്. ആക്ച്വലി വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക്, ഭാഗവതം ഇംഗ്ലീഷ്. പക്ഷേ ആ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ആക്ച്വലി ഇന്ന് മറന്നുപോയി. അതാണ് ഉണ്ടായത്. സോ അവര് അവസാനം കോർഡിനേറ്റർ വിളിച്ച് എന്നെ ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്. കാര്യം ആ ക്ലാസ് ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴും 3 ആഴ്ച കൂടുമ്പോഴേ വരുന്നതാണ്. സോ സംഭവം വിട്ടുപോയി, അതാണ് സംഭവിച്ചത്. ഓക്കെ, സോ നമുക്ക് 10ാമത്തെ ശ്ലോകം അല്ലേ? ശ്ലോകം 10 അല്ലേ? അതെ പ്രഭു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജന്മകർമ്മച്ഛമേ ദിവ്യം പഠിച്ചു. ഓക്കെ, ലെറ്റ്സ് ഗോ ടു 4:10. ഈ ശ്ലോകവും ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ്. वीतरागभयक्रोधा मन्मया माम् उपाश्रिताः बहवो ज्ञानतपसा पूता मद्भावमागताः. वीतरागभयक्रोधा मन्मया माम् उपाश्रिताः बहवो ज्ञानतपसा पूता मद्भावमागताः. യെസ്, വായിച്ചോളൂ. ശ്ലോകം, വിവർത്തനം, ഭാവാർത്ഥം. ശ്ലോകം ആരെങ്കിലും, ശ്ലോകം എല്ലാവർക്കും വായിക്കാം, അതിനുശേഷം വിവർത്തനം, ഭാവാർത്ഥം. ഓക്കെ. ഹരേ കൃഷ്ണ.
वीतरागभयक्रोधा मन्मया मामुपाश्रिताः बहवो ज्ञानतपसा पूता मद्भावमागताः। हरे कृष्ण। वीतरागभयक्रोधा मन्मया मामुपश्रिता बहवो ज्ञानतपसा पूता मद्भावमागताः। हरे कृष्ण। हरे कृष्ण प्रभु। वीतरागभयक्रोधा मन्मया मामुपाश्रिता बहवो ज्ञानतपसा पूता मद्भावमागता। हरे कृष्ण। हरे हरे कृष्ण। वीतरागभयक्रोधा मन्मया मामुपाश्रिता बहवो ज्ञानतपसा पूता मद्भावमागता। हरे कृष्ण। हरे कृष्ण। वीतरागभयक्रोधा मन्मया मामुपाश्रिता बहवो ज्ञानतपसा पूता मद्भावमागता। हरे कृष्ण। ഓക്കെ, വേറെ ആരും ഇല്ലെങ്കിൽ വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കൂ. ആരെങ്കിലും ഒരാള്. യെസ്, ആരുമില്ലേ? ഹരേ കൃഷ്ണ പ്രഭു. യെസ്, വായിക്കൂ. രാഗം, ഭയം, ക്രോധം എന്നിവയിൽ നിന്ന് മോചിതരായി എന്നിൽ തന്നെ മുഴുകി ശരണം പൂകിയ അനേകം പേർ എന്നെ പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യ പ്രേമബദ്ധരായിട്ടുണ്ട്. ഭാവാർത്ഥം. ശ്രീലപ്രഭാതിക്ക് ജയ്. മുൻപ് പറഞ്ഞ പ്രകാരം ഭൗതികത അത്യധികമായി ബാധിച്ചവർക്ക് സർവോത്കൃഷ്ടമായ കേവല സത്യത്തിന്റെ വ്യക്തിഗത സ്വഭാവം മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ദേഹാത്മബോധത്തോടെ ജീവിക്കുന്നവർക്ക് ഭൗതികതയിൽ മുഴുകിപ്പോവുക കൊണ്ട് പരമോന്നതമായത് എങ്ങനെ ഒരു വ്യക്തിയാകുമെന്ന് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഭൗതികതാവാദികൾക്ക് അനശ്വരവും ജ്ഞാനസമ്പൂർണവും ശാശ്വതാനന്ദപൂർണവുമായ ഒരു ദിവ്യ ശരീരമുണ്ടെന്ന് സങ്കല്പിക്കുവാൻ പോലും സാധിക്കുകയില്ല. ഭൗതിക ഭാവനയിൽ ദേഹം നശ്വരവും അജ്ഞാനഭരിതവും ദുരിതപൂർണവുമാണ്. ഭഗവാന്റെ രൂപത്തെപ്പറ്റി കേൾക്കുമ്പോഴും സാധാരണ ജനങ്ങൾക്ക് ശരീരത്തെക്കുറിച്ച് ഇതേ ധാരണയാണ് ഉണ്ടാവുന്നത്. ഭൗതികവാദികളായ അത്തരക്കാരുടെ ദൃഷ്ടിയിൽ അതിബൃഹത്തായ ഭൗതിക പ്രപഞ്ചമാണ് പരമോന്നതമായത്. അതുകൊണ്ടവർ പരമസത്യത്തെ നിരാകാരമെന്ന് കരുതുന്നു. അത്രയേറെ ഭൗതികാസക്തരാകയാൽ ദേഹവിമുക്തിക്ക് ശേഷവും വ്യക്തിത്വം പുലർത്തിപ്പോരുന്ന ആശയം തന്നെ അവർക്ക് ഭയാനകമാണ്. ആത്മീയ ജീവിതത്തിലും വ്യക്തിത്വം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ വീണ്ടും ഒരു വ്യക്തിയാകുമെന്ന ഭയം കൊണ്ട് അവ്യക്തിഗതമായ ശൂന്യതയിൽ ലയിക്കുന്നതാണ് അതിലും ഭേദമെന്നവർ ആഗ്രഹിച്ചു പോകുന്നു. കടലിൽ ലയിക്കുന്ന കുമിളകളോടാണ് അവർ ജീവാത്മാക്കളെ ഉപമിച്ചിട്ടുള്ളത്. അവ്യക്തഗത ഭാവന കൊണ്ട് നേടാവുന്ന ആധ്യാത്മിക ജീവിതത്തിന്റെ പരമകാഷ്ഠയാണിത്. ആത്മീയ നിലനിൽപ്പിനെ പറ്റി പൂർണ്ണമായ അറിവ് കൈവന്നിട്ടില്ലാത്ത ഈ ജീവിതഘട്ടം ഭയാനകമാണ്. ഇതിനു പുറമെ ആത്മീയ നിലനിൽപ്പിനെ കുറിച്ച് യാതൊന്നും മനസ്സിലാക്കുവാൻ കഴിയാത്തവരും അനേകമുണ്ട്. പല പല സിദ്ധാന്തങ്ങളിലും വൈരുദ്ധ്യങ്ങളിലും തത്വജ്ഞാനപരമായ ഊഹാപോഹങ്ങളിലും പെട്ട് കുഴങ്ങി അവർക്ക് മനം മടുത്തു പോകുന്നു. അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പ്രപഞ്ചത്തിന് മൂലഹേതുവായി ഒന്നുമില്ലെന്നും എല്ലാം ശൂന്യതയിൽ അവസാനിക്കുന്നു എന്നുമുള്ള ബുദ്ധിശൂന്യമായ നിലപാടിൽ എത്തിച്ചേരുന്നു. രോഗാവിഷ്ടമായ മട്ടിലാണ് അത്തരക്കാരുടെ ജീവിതം. ഭൗതികാസക്തി കൂടുതലുള്ളതിനാൽ ചിലർ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കാറില്ല. ചിലർക്ക് ബ്രഹ്മത്തിൽ ലയിക്കാനാണ് ആഗ്രഹം. ചിലരാകട്ടെ ആത്മീയമായ എല്ലാ ഊഹാപോഹങ്ങളിലും വെറുപ്പ് വന്ന് നിരാശ മൂലം ഒന്നിനെയും വിശ്വസിക്കാതെയാവുന്നു. ഈ ഒടുവിൽ പറഞ്ഞ കൂട്ടരാണ് ലഹരി പദാർത്ഥങ്ങളെ അഭയം പ്രാപിക്കുക. അവരുടെ സ്മൃതി വിഭ്രമങ്ങൾ ചിലപ്പോൾ ദിവ്യദർശനങ്ങൾ എന്ന് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഭൗതിക ആസക്തിയുടെ 3 ഘട്ടങ്ങളെയും മനുഷ്യൻ പിന്നിടേണ്ടിയിരിക്കുന്നു. ആത്മീയ ജീവിതത്തോടുള്ള ഉപേക്ഷാഭാവം, ആത്മീയമായൊരു വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഭയം, ജീവിത നൈരാശ്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ശൂന്യതാവാദം. ഭൗതികമായ ജീവിത സങ്കല്പത്തിന്റെ ഈ 3 ഘട്ടങ്ങളെയും കടന്നുകിട്ടുവാൻ അഭിമതനായ ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശപ്രകാരം ഭഗവാനിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കുകയും ഒരു ഭക്തന് വേണ്ടുന്ന ജീവിത പ്രമാണങ്ങളും ചര്യാക്രമങ്ങളും അംഗീകരിക്കുകയും വേണം. ഭാവമല്ലെങ്കിൽ ദിവ്യമായ ഭഗവത് പ്രേമമാണ് ഭക്തി സാധനയുടെ അവസാന ഘട്ടം. ഭക്തിയുത സേവനത്തിന്റെ ശാസ്ത്രമായ ഭക്തി രസാമൃത സിന്ധു 4.15.16 പറഞ്ഞതനുസരിച്ച് ആദൗ ശ്രദ്ധ തതഃ
സാധു സങ്കോത ഭജനക്രിയ തതോനർത്ഥ നിവൃത്തി സ്യാത് തതോ നിഷ്ഠാരുചിസ്തതഃ അദാസക്തിസ്തതോ ഭാവഃ തതഃ പ്രേമാഭ്യുദഞ്ജതി സാധകാനാമയം പ്രേംണ പ്രാദുർഭാവേ ഭവേത് ക്രമഃ. തുടക്കത്തിൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രാഥമികമായ ആഗ്രഹം വേണം. അത് ആത്മീയോത്കർഷം നേടിയവരുമായുള്ള സമ്പർക്കത്തിന് ശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. അടുത്ത ഘട്ടത്തിൽ ശ്രേഷ്ഠനായൊരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ദീക്ഷ ലഭിക്കുകയും അദ്ദേഹത്തിന്റെ കീഴിൽ സാധകൻ ഭക്തിപരമായ സേവന കർമ്മങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങുകയും ചെയ്യും. ഗുരുവിന്റെ മേൽനോട്ടത്തിൽ സേവനകർമ്മം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ആസക്തി ആകമാനം നീങ്ങി ആത്മസാക്ഷാത്കാരത്തിൽ സ്ഥിരമതിയാകുന്നു. പരമപുരുഷനായ ഭഗവാൻ കൃഷ്ണന്റെ കഥാശ്രവണത്തിൽ ഔത്സുക്യം ജനിക്കുകയും ചെയ്യുന്നു. ഈ ഔത്സുക്യം ഒരാളെ കൃഷ്ണാവബോധത്തോടുള്ള മമതാബന്ധത്തിൽ എത്തിക്കുകയും അതിന്റെ ഭാവം എന്ന പരിപക്വമായ അവസ്ഥയിൽ അല്ലെങ്കിൽ കൃഷ്ണനോടുള്ള അതിരട്ട സ്നേഹത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഭഗവാനോട് തോന്നുന്ന ഈ യഥാർത്ഥ സ്നേഹത്തെ പ്രേമം അഥവാ മനുഷ്യജീവിതത്തിന്റെ സമ്പൂർണ്ണ അവസ്ഥ എന്ന് പറയുന്നു. ഈ പ്രേമാവസ്ഥയിൽ ജീവാത്മാക്കൾ നിരന്തരം ദിവ്യമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസനായ ആധ്യാത്മിക ഗുരുവിന്റെ കീഴിൽ ക്രമേണ ഭക്തിയുത സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ഒരാൾക്ക് ഭൗതികാസക്തികളിൽ നിന്നും ആധ്യാത്മിക വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്നും ശൂന്യതാവാദത്തിൽ നിന്നും ഉളവായ ഇച്ഛാഭംഗങ്ങളിൽ നിന്നും മുക്തനായി പരമമായ പദം പ്രാപിക്കുവാൻ കഴിയും. അപ്പോൾ ഒരാൾക്ക് സർവേശ്വരന്റെ ധാമത്തിൽ നിഷ്പ്രയാസം ചെന്നെത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ജന്മ കർമ്മ ചമേ ദിവ്യം ഏവം യോ വേതി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. അല്ലെ, ഭഗവാന്റെ ജന്മവും കർമ്മവും അതീന്ദ്രിയ തലത്തിലുള്ളതാണ്. ഇത് മനസ്സിലാക്കുന്ന ആളുകൾ ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും ജനിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ 10ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? വീതരാഗ ഭയ ക്രോധ. രാഗ ഭയ ക്രോധ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? ആരാണോ ഭയത്തിൽ നിന്ന്, അറ്റാച്ച്മെന്റിൽ നിന്ന്, രാഗം എന്ന് പറഞ്ഞ അറ്റാച്ച്മെന്റ്, ഭയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിയർ, ക്രോധ ദേഷ്യം. ആരാണോ മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് ഇല്ലാത്തത്, ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെന്റ്സ് നിന്ന് പുറത്തു വന്നവര്, അല്ലെങ്കിൽ ഭയമില്ലാത്തവർ. അതായത് ഭയം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് സാധാരണ ആളുകൾക്കുള്ള ഭയം എന്താണ്? ഓ, ഇത് നഷ്ടപ്പെടും, അത് നഷ്ടപ്പെടും, അത് എന്റെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും, ഇതൊക്കെ ഭയമാണ്. ഈ ഭയം എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം എന്താണ്? നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നത് ആത്മീയ തലത്തിലല്ല, ഭൗതിക തലത്തിലാണ്. ശരീരമായിട്ട് നമ്മൾ കാണുന്നു നമ്മുടെ. ഇത് എനിക്ക് സുഖം തരുന്നതാണ്, ഇത് എനിക്ക് ദുഃഖം തരുന്നതാണ്. അപ്പോൾ ഈ സുഖം തരുന്നത് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. കാര്യം എല്ലാം ഞാൻ എന്ന് പറയുമ്പോൾ ഈ ശരീരത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അറ്റാച്ച്മെന്റും ഭയവും ദേഷ്യവും ഒക്കെ വരുന്നത്. ദേഷ്യം വരുന്ന എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമ്പോൾ, നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കിട്ടാതെ വരുമ്പോൾ, ആഗ്രഹിച്ചത് നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലാതെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഒക്കെ ദേഷ്യം വരുന്നു. അപ്പോൾ ഇതെല്ലാത്തിന്റെയും ബേസിക് കാരണം എന്താണ്? നമ്മൾ ശരീരബോധത്തിലിരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ഈ കാണുന്ന ശരീരമല്ല, എന്നാൽ ആധ്യാത്മികമാണ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ശരിക്കും ആത്മീയ തലത്തിലുള്ളവരാണ്. നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാക്കളാണ് എന്നുള്ള തത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ അറ്റാച്ച്മെന്റുകളും, ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെന്റുകളും ഭയവും ക്രോധവും ഒക്കെ ഉള്ളത്. അതാണ് ശിലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ ശിലപ്രഭുപാദി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്, ആരാണോ ഈ ഭയത്തിൽ നിന്നും അറ്റാച്ച്മെന്റുകളിൽ നിന്നും ദേഷ്യം ക്രോധത്തിൽ നിന്നൊക്കെ മുക്തി നേടിയുള്ളവർ, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വന്നവര്, അങ്ങനെയുള്ളവർക്കാണ് മന്മയ മാം ഉപാശ്രിത, പൂർണ്ണമായിട്ടും ഭഗവാനില് സമർപ്പിച്ച് അവരുടെ ശരീരവും മനസ്സും വാക്കുകളും വാച കർമ്മണ അവരെല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഭഗവാന് ശരണം പ്രാപിച്ചവര്. മന്മയ മാം ഉപാശ്രിത എന്ന് പറഞ്ഞാൽ ഓൾവേസ് അബ്സോർബ്ഡ് ഇൻ കൃഷ്ണ.
ഉപാശ്രിത എന്ന് പറഞ്ഞാൽ ആശ്രയം, ഭഗവാനെ ആശ്രയിക്കുന്നു എല്ലാത്തിനും, പൂർണ്ണമായിട്ടും ശരണാഗതി പ്രാപിച്ചവര്. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ പറയുന്നു ബഹവോ ജ്ഞാന തപസ. അങ്ങനെയുള്ളവര് പണ്ടും, അതായത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളവര്, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ജ്ഞാനം അവർക്ക് ലഭിക്കുന്നു. അതേപോലെ തന്നെ അവര് വേണ്ട തപസ്യകളൊക്കെ ചെയ്യുന്നു. അങ്ങനെ അവസാനം പൂത മദ്ഭാവം ആഗത, അവര് ശുദ്ധരാവുന്നു. അവസാനം അവർക്ക് കൃഷ്ണപ്രേമം കിട്ടുന്നു, കൃഷ്ണപ്രേമത്തിലേക്ക് എത്തിക്കുന്നു. അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ കൃഷ്ണപ്രേമത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണപ്രേമമാണ് നമ്മുടെ ഗോൾ ഓഫ് ലൈഫ്. കൃഷ്ണപ്രേമം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ദ വേ, കൃഷ്ണപ്രേമം നമ്മൾ ഓരോരുത്തരും പറയും എന്താണ് ഈ കൃഷ്ണപ്രേമം? ആർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ഇവിടെ? വാട്ട് ഈസ് ലവ് ഓഫ് ഗോഡ് ഹെഡ്? നമ്മൾ പല സ്ഥലങ്ങളിലും വായിക്കുന്നുണ്ടാവും ലവ് ഓഫ് ഗോഡ് ഹെഡ്, പ്രേമം. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? യെസ്, എനിബഡി? ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ Seeing നിഷ്കാമ Krishna in everywhere. കൃഷ്ണപ്രേമം. Ar- ഓക്കെ, പറയൂ. ഒരാൾ ആദ്യം പറയൂ. നീതു മാതാജി എന്തോ പറഞ്ഞു, കേക്കട്ടെ. ആദ്യം പറയൂ. ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ തിരിച്ചൊന്നും കിട്ടുന്നില്ല, നിഷ്കാമമായിട്ടുള്ള ഭഗവാനോടുള്ള സ്നേഹത്തിന്. ഓക്കെ, അതിനെയാണ് അന്യാഭിലാഷിത ശൂന്യം, അല്ലെ? നമുക്ക് വേറെ അഭിലാഷങ്ങളൊന്നുമില്ല, ആകെ ഭഗവാനോടുള്ള സ്നേഹം മാത്രം, ഡിവോഷൻ മാത്രം, ഭക്തി മാത്രം. അതിനെയാണ് കൃഷ്ണപ്രേമം എന്ന് വിളിക്കുന്നത്. മീൻസ് ലവിങ് കൃഷ്ണ ബേസിക്കലി, റൈറ്റ്? ഓക്കെ, വെരി ഗുഡ്, ഗുഡ് എക്സ്പ്ലനേഷൻ. ദിവ്യ മാതാജി, എനിത്തിങ് എൽസ്? വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടോ? Hare Krishna Prabhu. Seeing Krishna everywhere and seeing Krishna in everywhere and where we are doing duty also, do for Krishna. എല്ലായിടത്തും ഭഗവാനെ കാണുക എന്നുള്ളത് എന്ന് മാതാജി പറഞ്ഞു. ഓക്കെ, ശരി. എനിത്തിങ് അഡീഷണൽ? താങ്ക് യു മാതാജി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് ഈ കൃഷ്ണപ്രേമം? നമ്മളെപ്പോഴും പറയും, എല്ലാ പ്രാവശ്യവും 10 അപരാധങ്ങള് നാമാപരാധം വായിക്കുമ്പോൾ അവിടെയും പറയുന്നുണ്ട് ultimate goal of life. Every devotee who claims to be a Vaishnava must guard against these offenses in order to achieve quickly the desired success. Krishna Prem. Everybody, നമ്മളെല്ലാവരും പറയും അപ്പോൾ സൺഡേ കൃഷ്ണ പ്രേം, റൈറ്റ്? അതെന്താണ് ഈ കൃഷ്ണ പ്രേം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നീതു മാതാജിയുടെ എക്സ്പ്ലനേഷൻ നല്ല എക്സ്പ്ലനേഷൻ ആയിരുന്നു. ദിവ്യ മാതാജി സപ്പോർട്ട് ചെയ്തു. എനിത്തിങ് എൽസ് ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഈ പോയിന്റ് അല്ലാതെ? അതോ ഇത് തന്നെയാണോ അഭിപ്രായം എന്നുണ്ടെങ്കിൽ അതും പറയാം, ഒന്നും പറയാതിരിക്കരുത്. യെസ്, യെസ്, എനിബഡി എൽസ്? Seeing Krishna in everywhere. ദിവ്യ മാതാജി പറഞ്ഞ തന്നെയാണ്. ദിവ്യ മാതാജി പറഞ്ഞതാണ് ദീപേഷ് പ്രഭുവിന്റെ അഭിപ്രായം. അതാണ് പ്രേമം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അഭിപ്രായം അല്ലെ? ഓക്കെ, നോ പ്രോബ്ലം. എനിബഡി എൽസ്? ഹരേ കൃഷ്ണ പ്രഭു. പറയൂ. ഭഗവാൻ ഭഗവത്ഗീതയിലും അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുസരിക്കുക എന്നുള്ളത്. ഓക്കെ, ശരി, താങ്ക് യു. വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ആർക്കെങ്കിലും? ഇതെല്ലാം ഇന്റർ റിലേറ്റഡ്, കണക്റ്റഡ് ആണ്. സോ ഓൾ ഫൈൻ, ഓൾ ഫൈൻ. ബട്ട് മോസ്റ്റ് ക്ലോസ് ആൻസർ നമ്മുടെ നീതു മാതാജി പറഞ്ഞതാണ്. നിങ്ങളെല്ലാവരും അതിന്റെ ഒരു ബ്രാഞ്ചസ് ആണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓൾ ആക്സെപ്റ്റബിൾ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയൂ പെട്ടെന്ന്. ഇത് സത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇവിടെ ഇരുന്ന്
പറയൽ മാത്രമല്ല, സത്സംഗം എന്ന് പറഞ്ഞാൽ എവരിബഡി ഷുഡ് പാർട്ടിസിപ്പേറ്റ്. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്പിരിച്വൽ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ടാണ്, ഇൻക്ലൂഡിങ് മീ, അല്ലെ, നമ്മളെല്ലാവരുടെയും. സോ ഇന്ററാക്ഷൻസ് ആർ റിക്വയർഡ്. അല്ലെങ്കിൽ പറഞ്ഞിങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പോകൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യും. Hare Krishna, Prabhuji. യെസ് പ്രഭു. Prabhuji, full surrender. ഫുൾ സറണ്ടർ ആണ് കൃഷ്ണപ്രേം. ഓക്കെ, Krishna's love. ഓക്കെ, താങ്ക് യു. സോ നിങ്ങൾ എല്ലാവരും പറയുന്നത് എനിവേസ് ഓൾ അക്സെപ്റ്റബിൾ. ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ ശ്രീല രാധാനാഥ് സ്വാമി മഹാരാജ് അദ്ദേഹം ഡിഫൈൻ ചെയ്തു വാട്ട് ഈസ് കൃഷ്ണപ്രേം. അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ ഈസ് സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, കേട്ടോളൂ. അദ്ദേഹം പറയുവാണ്, കൃഷ്ണപ്രേം മീൻസ്, നാളെ ഇനി കൃഷ്ണപ്രേം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവറിബഡി ഷുഡ് ബി ഏബിൾ ടു സേ ദിസ്, ബിക്കോസ് നമ്മുടെ ഒരു ആചാര്യനാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം. സോ വി ഷുഡ് ആക്സെപ്റ്റ് ദാറ്റ്. കൃഷ്ണപ്രേം മീൻസ് ഹി സേസ് ലവിങ് കൃഷ്ണ. അതാണ് നിതുമതജ് പറഞ്ഞത്, ലവിങ് കൃഷ്ണ വിത്ത് ഫുൾ ഹാർട്ട്, ഓർ അന്യാഭിലാഷിത ശൂന്യം. ലവിങ് കൃഷ്ണ ആയി കഴിഞ്ഞിട്ടില്ല. ദാറ്റ്സ് ഫസ്റ്റ് പോയിന്റ്, ലവിങ് കൃഷ്ണ. സെക്കൻഡ് ഈസ് loving those who love Krishna. അതിന്റെ അർത്ഥം എന്താണ്? ഭഗവാൻ കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കൃഷ്ണന്റെ ഡിവോട്ടീസിനോടുള്ള സ്നേഹം. ഓക്കെ, സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് ലവിങ് ദോസ് ഹു ആർ ട്രൈങ് ടു ലവ് കൃഷ്ണ. അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ആദ്യം പറഞ്ഞത് സെക്കൻഡ് പോയിന്റില് പ്യൂർ ഡിവോട്ടീസ്. പ്യൂർ ഡിവോട്ടീസ് അവർക്ക് ഒരുപാട് സ്നേഹമാണ് ഭഗവാനോട്. സോ ലവിങ് ദ പ്യൂർ ഡിവോട്ടീസ് ഓഫ് കൃഷ്ണ, അതായിരുന്നു സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവിങ് ദോസ് ഹു ആർ ട്രൈങ് ടു ലവ് കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് വരിക? ഏത് കാറ്റഗറിയിൽ പെടും? servant of Krishna. ഓക്കെ, അതൊക്കെ. ബട്ട് ജനറലി അത് ആരെ കുറിച്ചാണ് പറയുന്നത്? ലവിങ് ദോസ്, ഐ മീൻ ദോസ് ഹു ആർ ട്രൈങ്. ആരാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനെ സ്നേഹിക്കാൻ? യെസ്, നമ്മളെല്ലാവരും സാധകർ. വി ആർ ട്രൈങ്. വി ആർ നോട്ട് പ്യൂർ ഡിവോട്ടീസ്. വി ആർ നോട്ട് ഹാവിംഗ് ദാറ്റ് പ്യൂർ ലവ് ആക്ച്വലി, അല്ലേ? ബട്ട് വി ആർ ട്രൈങ്. Srila Radha Swami Maharaj says, loving Krishna, of course, that's straightforward meaning. Loving those who loves Krishna, who are pure devotees. Third is loving those who are trying to love Krishna. Fourth point he says, നാലാമത്തെ point he says, loving those whom Krishna loves. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാവരും, ബാക്കി എല്ലാവരും. അതിൽ നോൺ ഡിവോട്ടീസ് പെട്ടു, അതർ ലിവിംഗ് എൻറ്റിറ്റീസ് പെട്ടു. എവരിബഡി ഹു ആർ പാർട്സ് ആൻഡ് പാർസൽ ഓഫ് കൃഷ്ണ, ലവിംഗ് ദം. സോ മീൻസ് കൃഷ്ണപ്രേമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനോടുള്ള സ്നേഹം മാത്രമല്ല, കൃഷ്ണന്റെ പാർട്ട് ആൻഡ് പാർസൽ ആയിട്ടുള്ള, അംശമായിട്ടുള്ള എല്ലാവരോടും സ്നേഹം. See how deep it is. Just imagine, just think about it. നമ്മൾ എപ്പോഴും വിചാരിക്കും ഇതാണ് ഇത് ആക്ച്വലി ദിസ് ഈസ് ദ റിയലൈസേഷൻ ഓഫ് ദാറ്റ് ഗ്രേറ്റ് ഡിവോട്ടി. അദ്ദേഹത്തിന്റെ റിയലൈസേഷൻ ആണ് അദ്ദേഹം പറയുന്നത്. ആക്ച്വലി ദാറ്റ് ഈസ് ദ ആക്ച്വൽ മീനിങ് ഓഫ് പ്രേം. കൃഷ്ണ പ്രേം എന്ന് പറഞ്ഞാൽ എനിത്തിങ് റിലേറ്റഡ് ടു കൃഷ്ണ വി ഷുഡ്, നിങ്ങൾ പറഞ്ഞ പോലെ വി ഷുഡ് ബി ഏബിൾ ടു സീ റിലേഷൻഷിപ്പ്. ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് മനസ്സിലാവണം, ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അല്ലെങ്കിൽ അമ്പലത്തിലുള്ള ഭഗവാനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, കൂടെയുള്ളവര് ഭക്തരും എനിക്ക് വിഷയമല്ല, എനിക്ക് അവര് ഭക്തരെന്ന് പറഞ്ഞ മനുഷ്യര്, അവരെ നമ്മൾ സ്നേഹിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഭക്തരല്ലാത്തവരെ റിജക്ട് ചെയ്യുന്നു കംപ്ലീറ്റ്ലി.
ഓക്കെ, ഇതെല്ലാം അസോസിയേഷൻ എടുക്കുന്ന സമയത്ത് വി ഷുഡ് ബി കെയർഫുൾ. അത് വേറെ കാര്യം. അസോസിയേഷൻ ഡിവോട്ടീസുമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. നോൺ ഡിവോട്ടീസിന്റെ അടുത്ത് അസോസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളും അതേപോലെ ആവും. ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്നേഹവും അസോസിയേഷനും വ്യത്യാസമുണ്ട്. നമ്മൾ ഒരാളെ കാണുമ്പോൾ ഒരാളോട് നമുക്ക് തോന്നേണ്ട ആ ഒരു കമ്പാഷൻ ഉണ്ട്. ഈവൻ ഭക്തരല്ലാത്തവരെയും നമുക്കൊരു കമ്പാഷൻ, ഒരു കാരുണ്യം അവരോട് തോന്നണം. ഓക്കെ, അവര് സമയം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവരെ പറ്റുന്ന രീതിയിൽ നമുക്ക് ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അവരെ കൂടെ ഭഗവത്ഗീതയിൽ പറയുന്ന ജ്ഞാനം അവർക്കും കൂടെ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, നാമം ജപിക്കുക എന്നുള്ളതാണ് യുഗധർമ്മം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, അവർക്കൊരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ, ഇങ്ങനെ നമുക്ക് തോന്നുന്നത് തന്നെയാണ് കാരുണ്യം, കമ്പാഷൻ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് തോന്നുന്നത്? അവരോട് സ്നേഹം ഉണ്ടാവുമ്പോഴാണ് നമുക്കത് തോന്നുകയുള്ളൂ. അതേപോലെ തന്നെ അവരെയും നമ്മൾ ഭഗവാന്റെ അംശമായിട്ട് കാണുമ്പോഴേ നമുക്ക് ഇത് തോന്നുകയുള്ളൂ. ഇൻക്ലൂഡിങ് മൃഗങ്ങളായിക്കോട്ടെ. മൃഗങ്ങളെയും നമ്മൾ അങ്ങനെ കാണുകയാണെങ്കിൽ ഭഗവാന്റെ അംശമാണ് അവരിപ്പോൾ ഇരിക്കുന്നത്, അവരും ആത്മാക്കളാണ്. നമ്മളിപ്പോൾ മനുഷ്യ ശരീരത്തിലിരിക്കുന്നു, അവരും മൃഗശരീരത്തിലിരിക്കുന്നു. എത്രയുള്ളൂ വ്യത്യാസം. അപ്പോൾ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ ആളുകൾ ഉപദ്രവിക്കില്ല. കാര്യം ഭഗവാനെ അവരിൽ കാണുന്നു. സോ അവരോടുള്ള സ്നേഹം, അതാണ് പറയുന്നത്. സോ എല്ലാ ജീവജാലങ്ങളോടും സ്നേഹം കാണിക്കുന്നു. ഭഗവാനും, ഓഫ് കോഴ്സ് ഭഗവാനുമായി ഡയറക്ട്ലി ഭഗവാൻ, അതേപോലെ തന്നെ whoever is connected to Krishna, we should love. സോ അതിനെയാണ് കൃഷ്ണപ്രേമം എന്ന് വിളിക്കുന്നത് ആക്ച്വലി പറയുകയാണെങ്കിൽ. Very deep statement, very deep realization. So we should remember this whenever we say Krishna Prem എന്ന് പറയുമ്പോൾ. ആദ്യത്തെ പോയിന്റ് അല്ല, 4 പോയിന്റും ഓർക്കുക. സോ ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, ആരാണോ ഈ അറ്റാച്ച്മെന്റിൽ നിന്നും ഭയം, ക്രോധം, ഇതിൽ നിന്നൊക്കെ പുറത്തു വന്നവര്, അങ്ങനെയുള്ളവരെ പൂർണ്ണമായിട്ടും ഭഗവത് ചിന്തയിലായിരിക്കും, എപ്പോഴും പൂർണ്ണമായിട്ടും ഭഗവാന്റെ ശരണാഗതി പ്രാപിച്ചിട്ടുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പ്രോപ്പറായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവും. അവര് തപസ്യകൾ എടുക്കുന്നു. ഇവിടെ തപസ്യ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ആചാര്യന്മാര് പറയുന്നു, എന്താണ്? ടോളറേറ്റ് ചെയ്യുക. അതായത് ജീവിതത്തിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും നമ്മൾ അതിനെ അതിജീവിച്ച് ധൈര്യത്തോടു കൂടിയിട്ട് ഭഗവാന്റെ മഹാകാരുണ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തപസ്സ എന്ന്. തപസ്സ എന്ന് ഡയറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപസ്യ എടുക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഓസ്റ്ററിറ്റീസ് എടുക്കുക എന്ന് പറയുന്നു. ഉദാഹരണം, ഫാസ്റ്റിംഗ് ചെയ്യുക, ഒരുപാട് നേരത്തെ എഴുന്നേൽക്കുക, വെള്ളത്തിൽ പോയി അല്ലെങ്കിൽ അങ്ങനെ പല വ്രതങ്ങൾ എടുക്കുക, അതിനെ തപസ്യ എന്ന് പറയും. ധ്രുവ മഹാരാജ് ചെയ്തതൊക്കെ. എന്നാൽ ഈ കോണ്ടെക്സ്റ്റിൽ അതാണ് എക്സ്റ്റേണൽ റീസൺ, എക്സ്റ്റേണൽ മീനിങ് ഓഫ് ദാറ്റ്. പക്ഷെ ഇന്റേണലി ഇവിടെ ഭഗവാൻ പറയുന്നത് കാര്യം, ഭഗവാൻ പറയുന്നത് ഈ കാമ, ക്രോധ, ലോഭ, ഈ പറയുന്ന അനർത്ഥങ്ങളെ ഒക്കെയാണ്, അനർത്ഥങ്ങൾ ഇല്ലാത്തവരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക്, ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ് തോന്നുന്നവർക്ക്, അവർക്ക് എന്റെ അടുത്ത് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്, അല്ലെ? അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ തപസ്യ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു അർത്ഥം കൂടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ആചാര്യന്മാരുടെ ഭാവാർത്ഥമൊക്കെ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അവര് പറയുന്നു, ടോളറേറ്റ് ചെയ്യുക, ഒപ്പോസിഷനെ ടോളറേറ്റ് ചെയ്യുന്നത് കാര്യമാണ് ഇവിടെ തപസ്യയായിട്ട് പറയുന്നത്. അതൊരു തപസ്യയാണ് ശരിക്കും. നമുക്കറിയാം ഒപ്പോസിഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ എഗൻസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതിനെ ടോളറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതും ഒരു തപസ്യയാണ്. സോ ആ ഒരു കാര്യം കൂടെ ഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു തപസ്സ എന്ന് പറയുന്ന വാക്കിലൂടെ ആക്ച്വലി. അപ്പൊ എന്താണ് ടോളറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടോളറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിഷ്ണുത. ചൈതന്യ മഹാപ്രഭുവും പറയുന്നുണ്ട്, തരോറപ്പി സഹിഷ്ണുത, സഹിഷ്ണുന അമാനീന മാനദേന കീർത്തനീയ സദാഹരി. ശിഷ്യാഷ്ടകത്തിൽ അദ്ദേഹം പറയുന്നു, സഹിഷ്ണുത വേണമെന്ന്, ടോളറേറ്റ് ചെയ്യാൻ സാധിക്കണമെന്ന്. തത്തേനു കമ്പം സുസമീക്ഷമാണോ ഭുഞ്ചാന ഏവാത്മകൃതം വിഭാഗം. ഭാഗവത്തിലൊരു ശ്ലോകം ബ്രഹ്മദേവൻ സ്തുതിക്കുന്നു ഭഗവാനെ. അവിടെയും പറയുന്നു, അവിടെയും ടോളറേറ്റ് ചെയ്യുന്ന കാര്യം പറയുന്നത്.
അപ്പോൾ ഈ ടോളറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഡിവോട്ടി. ഒരുപാട് പ്രൊവക്കേഷൻസ് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ, ഒരുപാട് പ്രൊവക്കേഷൻ പല രീതിയിൽ. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം, ചിലപ്പോൾ ഈവൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഭക്തി കമ്മ്യൂണിറ്റിയിലും ഇത് സംഭവിക്കാം. പുറമേ ലോകത്ത് പറയേണ്ട ആവശ്യമില്ല. തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അടികൂടലും മാത്രമേ ഉള്ളൂ. ദേഷ്യം വരലും ശത്രുവാവുന്നതും അല്ലെ. ഒരാൾക്ക് ഒരു ശത്രുവിനെ ഉണ്ടാക്കാൻ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല, സിമ്പിൾ ആണ്. വീട്ടിലുള്ള അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകൾ പോലും ശത്രുക്കളായി മാറുന്നു. എങ്ങനെ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങാതെ വരുമ്പോൾ ശത്രുവായി മാറുന്നു. സോ അത്രയേ ഉള്ളൂ ഈ ലോകം അങ്ങനെയാണ്. അപ്പോൾ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. സോ ഡിവോട്ടി കമ്മ്യൂണിറ്റീസിലും ഇതുണ്ടാവും പലപ്പോഴും. അപ്പോൾ കാര്യം എന്താണ്? ആരും ടോളറേറ്റ് ചെയ്യാൻ തയ്യാറല്ല, ആരും ക്ഷമിക്കാൻ തയ്യാറല്ല, ആരും അവനവന്റെ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. റിവേഴ്സൽസ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അത് എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത്, ഓ എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു, ഇതിന്റെ പുറകിൽ എന്താണ്, ആരാണ് എന്നുള്ളത് ചിന്തിക്കുന്നില്ല. നമ്മുടെ മുമ്പിൽ ഉള്ളത് ആ വ്യക്തിയായിരിക്കും, ഒരു പർട്ടിക്കുലർ വ്യക്തിയായിരിക്കും. ഓ ഇയാള് കാരണം ഇത് സംഭവിച്ചു എന്റെ ജീവിതത്തിൽ. ഇപ്പൊ ഒരാള് നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ആ വ്യക്തി എന്നെ ഉപദ്രവിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മറക്കുന്നത്, ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാതെ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കില്ല. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അതിന്റെ പുറകിൽ ഒരു റീസൺ ഉണ്ട്. എവറിത്തിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ്, എവറിത്തിങ്, നല്ലതാവട്ടെ ചീത്തയാവട്ടെ, എല്ലാത്തിനും ഒരു കാരണമുണ്ട്. സോ ആക്ച്വലി നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലങ്ങളും ഒക്കെ ഇതിനകത്ത് പാർട്ടാണ് തീർച്ചയായിട്ടും. സോ അതാണ് തത്തേനുകമ്പം സുസമീക്ഷമാണോ എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നത്. ഭുഞ്ചാന ഏവാത്മകൃതം വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഇതെല്ലാം ഞാൻ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് സിറ്റുവേഷൻ വരുമ്പോഴും പ്രതികൂലമായിട്ടുള്ള സാഹചര്യം വരുമ്പോഴും അതിനെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് ആ ശ്ലോകത്തിൽ ബ്രഹ്മാവ് പറയുന്നു, അങ്ങനെയുള്ളവർക്ക് അങ്ങയുടെ തൃപാദങ്ങളിൽ ശരണം പ്രാപിക്കാൻ അവർ യോഗ്യരാകുന്നു എന്ന്. അപ്പോൾ ഇതൊരു വലിയൊരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നത് സഹിഷ്ണുന ശിഷ്ടാഷ്ടകത്തിൽ പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ് ക്വാളിറ്റി. സോ പലപ്പോഴും നമ്മൾ ഇതെപ്പോഴും പറഞ്ഞിട്ടുള്ള ഐന്ദ്ര പ്രഭുവിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ ഇതിനു മുമ്പ്. വെരി വെരി ഡീപ് പോയിന്റ്. അദ്ദേഹം പറയും, ഒരു ലയൺ മെന്റാലിറ്റി, ഡോഗ് മെന്റാലിറ്റി. ലയൺ മെന്റാലിറ്റി, ഡോഗ് മെന്റാലിറ്റി എന്താണ്? ഡോഗ് മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് അല്ലെങ്കിൽ ഒരു നായ, ആ നായയുടെ മുമ്പിൽ ഒരു എല്ല് കഷ്ണം ആരെങ്കിലും എറിഞ്ഞു കൊടുക്കുവാണെങ്കിൽ നായയുടെ കംപ്ലീറ്റ് ഫോക്കസ് എല്ലിലായിരിക്കും. ആരത് എറിഞ്ഞു എന്നുള്ളത് വിഷയമല്ല നായയെ സംബന്ധിച്ച്. നായക്ക് അത് കിട്ടി, പിന്നെ അതിനെ തിരിച്ചിടുന്നു, മറിച്ചിടുന്നു, വായിലിടുന്നു, നിലത്തിടുന്നു, ചവിട്ടുന്നു, എടുക്കുന്നു. ഈസ് ബിസി ഇൻ സീയിങ് ദാറ്റ് ബോൺ. നേരെ മറിച്ച് അതേപോലെ തന്നെ ഒരു സിംഹത്തിന്റെ മുമ്പിൽ ഒരു എല്ല് കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും, സിംഹം ഒരുപക്ഷെ വീഴുമ്പോൾ അത് നോക്കുമായിരിക്കും. സിംഹത്തിന്റെ അടുത്ത നോട്ടം എവിടേക്കായിരിക്കും? ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളതായിരിക്കും നോക്കുന്നത്, ഇതാരെറിഞ്ഞു എന്നുള്ളത്. സിംഹത്തിന് ഈ ചെറിയ എല്ല് കഷ്ണത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, എറിഞ്ഞ ആളോട് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ ഐന്ദ്രപ്രഭു പറയും, നമ്മുടെ മെന്റാലിറ്റി ലയൺ മെന്റാലിറ്റി ആയിരിക്കണം. നമ്മളെല്ലാവരും ഇപ്പോൾ നമുക്കുള്ളത് ഡോഗ് മെന്റാലിറ്റിയാണ്. നമുക്കൊരു പ്രോബ്ലം ലൈഫിൽ വരുമ്പോൾ നമ്മൾ ആ പ്രോബ്ലം അല്ലെങ്കിൽ പ്രോബ്ലം ആവട്ടെ, സിറ്റുവേഷൻ ആവട്ടെ, നമ്മൾ അതിന്റെ പുറകിലുള്ള ഭഗവാന്റെ കൈകൾ കാണുന്നില്ല. ഭഗവാന്റെ കൈകൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മളെ ഫോഴ്സ്ഫുള്ളി അത് ചെയ്യിപ്പിക്കുന്നതല്ല, പക്ഷെ ലോ ഓഫ് കർമ്മ പ്രവർത്തിക്കുന്നുണ്ട്. ഭഗവാന്റെ സാങ്ഷനോട് കൂടിയിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കുകയാണ് ചെയ്യുന്നത്. സോ ഒന്നും അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ നടക്കുന്നില്ല.
സോ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ റിവേഴ്സൽസും നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നമ്മുടെ കർമ്മം നമ്മൾ ചെയ്തിട്ടുള്ള പാസ്റ്റ് കർമ്മങ്ങളുടെ ഫലമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സെക്കൻഡ് കാര്യം മനസ്സിലാക്കേണ്ടത് വിത്തൗട്ട് ഭഗവാൻ സാങ്ഷൻ ഇല്ലാതെ ഇത് നടക്കില്ല എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഇത് എന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. എന്റെ കർമ്മ ബാഗേജിൽ നിന്ന് ഒരു കർമ്മം എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ആ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ അതിനെ കാണുന്നില്ല. നമ്മൾ ആ സിറ്റുവേഷൻ മോശമായിട്ട് വരുമ്പോൾ തകർന്നു പോകുന്നു. അതിലെ പോസിറ്റിവിറ്റി നമ്മൾ കാണുന്നില്ല, നെഗറ്റിവിറ്റി മാത്രമേ കാണുന്നുള്ളൂ. ഓ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, പ്രശ്നം, പ്രോബ്ലം. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ഒന്ന് അനുഭവിക്കാൻ നമുക്ക് യോഗം ഉണ്ടായിരുന്നു, അത് അതോടെ കഴിയുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ നമുക്ക് ഓർക്കാം. ഭഗവാൻ നമുക്ക് സഹിക്കാൻ പറ്റുന്നേക്കാൾ കൂടുതൽ തരില്ല. നമ്മുടെ നമുക്ക് എത്രമാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റും അത്ര തന്നെയുള്ള കാര്യങ്ങളെ ഭഗവാൻ തരുന്നുള്ളൂ. ആക്ച്വലി നമ്മുടെ കർമ്മം അനുസരിച്ച് ഇതിനും കൂടുതൽ അനുഭവിക്കേണ്ട ആൾക്കാരായിരിക്കും. പക്ഷെ ഭഗവാൻ അതെല്ലാം ചെറുതാക്കിയിട്ട് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ തരുന്നുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് ഭഗവാന്റെ മെർസിയാണ് ആക്ച്വലി. പലപ്പോഴും തല പോകുന്ന കേസിൽ ചെറിയ മുറിവില് മാറും, മുറിവോടുകൂടി കഴിയുന്നു. അപ്പൊ ചോര കാണണം എന്നായിരിക്കും, ചിലപ്പോൾ തല പോകുന്നതായിരിക്കും, പക്ഷെ ചെറിയൊരു കൈ മുറിവിനോടുകൂടി ആ കർമ്മം ചിലപ്പോൾ അങ്ങനെ അവസാനിക്കും. ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്. നമ്മൾ അത് കാണുന്നില്ല, ഇതൊന്നും കാണുന്നില്ല. നമ്മൾ ആ സിറ്റുവേഷനിൽ എന്ത് സംഭവിച്ചോ, ഒന്നല്ലെങ്കിൽ സിറ്റുവേഷനെ ബ്ലെയിം ചെയ്യും, അല്ലെങ്കിൽ അതിൽ ആരെങ്കിലും ഒരു വ്യക്തി അതിന്റെ ഉള്ളിൽ ഇന്റർമീഡിയറ്റ് ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ ബ്ലെയിം ചെയ്യും. ഇപ്പൊ സാഹചര്യങ്ങളെയും വ്യക്തികളെയും നമ്മൾ ബ്ലെയിം ചെയ്യും. കാര്യം എന്താണ്? പുറകിലുള്ള ഭഗവാന്റെ കൈകൾ, ഭഗവാന്റെ പ്രസൻസ് നമ്മൾ കാണുന്നില്ല, ഹാൻഡ് ഓഫ് ഗോഡ് കാണുന്നില്ല. നമ്മുടെ ഒരു ശില പ്രഭുപാദിന്റെ ഡിസൈപ്പിൾ ശില ഭക്തി ചാരു സ്വാമി മഹാരാജ്, അദ്ദേഹം ഒരു ക്ലാസ്സിൽ പറയുന്നു അതിമനോഹരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ, അതിമനോഹരമായിട്ട് എക്സാമ്പിൾ. അദ്ദേഹം പറയുവാണ്, ഇത് കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു വെച്ചാൽ, കുന്തിദേവിയുടെ സ്തുതിയില് കുന്തിദേവി പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനോട്. കുന്തി സ്തുതിയില് കുന്തി മഹാറാണി പറയുന്നു, വീണ്ടും വീണ്ടും വിപത്തുകൾ എന്റെ ജീവിതത്തിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭഗവാനെ എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം നമ്മൾ അതിനെ അത് പ്രോപ്പർലി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് കുന്തിദേവി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. വീണ്ടും വീണ്ടും ആരെങ്കിലും ഒരാൾ അങ്ങനെ പ്രാർത്ഥിക്കുമോ? നമുക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കാൻ? കുന്തിദേവി പ്രാർത്ഥിക്കുന്ന പോലെ കുന്തിദേവി ലിറ്ററലി പ്രാർത്ഥിക്കുകയാണ്. ലിറ്ററലി ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ ഞങ്ങളുടെ ജീവിതത്തിൽ വിപത്തുകൾ ഇനിയും വരട്ടെ, അപ്പോൾ അങ്ങേ ഓർക്കാൻ സാധിക്കുമല്ലോ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ എന്നാണ് കുന്തിദേവി പറയുന്നത്. നമുക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കാൻ? ഇവിടെ ഉള്ള ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? വിപത്തുകൾ വരട്ടെ എന്ന് പറഞ്ഞ് വിപത്തുകൾ ഉള്ളതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഭഗവാൻ എങ്ങനെയെങ്കിലും ഇത് രക്ഷിച്ചു തരണേ, ഇതൊന്ന് പുറത്താക്കി തരണേ, ഇതൊന്ന് രക്ഷിക്കണേ. വിപത്തുകൾ സ്വീകരിക്കാൻ കൂടുതൽ വിപത്തുകൾ തരൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ ഇവിടെ? ആരെങ്കിലും നമ്മളിൽ ഉണ്ടാവില്ല. അതിനുള്ള കോൺഫിഡൻസും ധൈര്യവും നമുക്ക് ആർക്കും ഇല്ല. കുന്തി മഹാറാണി പ്രാർത്ഥിക്കുന്നു. കാര്യം എന്താണ്? കുന്തി മഹാറാണി കാണുന്നത് ഭഗവാന്റെ കൈകളാണ് എല്ലായിടത്തും. കുന്തി മഹാറാണി പറയുന്നു എന്തുകൊണ്ട്? കാര്യം കുന്തിസ്തുതിയില് കുന്തി മഹാറാണി ഓരോ സിറ്റുവേഷനും എടുത്ത് ഗ്ലോറിഫൈ ചെയ്യുവാണ് കൃഷ്ണനെ. കൃഷ്ണ ഭീമസേനനെ വിഷം കൊടുക്കുന്ന സമയത്ത് അങ്ങ് വന്ന് രക്ഷിച്ചു. അതേപോലെ ദുര്യോധനൻ മെഴുകു കൊട്ടാരം കത്തിച്ചപ്പോൾ അങ്ങ് രക്ഷിച്ചു ഞങ്ങളെ. അതേപോലെ തന്നെ കാട്ടില് നരഭോജികൾ വന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ അങ്ങ് വന്ന് രക്ഷിച്ചു. ദുർവാസ മുനി ഒരുപാട് ശിഷ്യരുമായിട്ട് വന്നപ്പോൾ, കാട്ടിൽ വന്നപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അക്ഷയപാത്രം അന്നത്തെ ദിവസം പിന്നെ തരില്ല ഒന്നും. ആ സമയത്ത് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്നു രക്ഷിച്ചു. പരീക്ഷിത്ത് മഹാരാജാവിനെ രക്ഷിച്ചു ഉത്തരാദേവിയുടെ ഉദരത്തിൽ. ഇങ്ങനെ ഓരോന്ന് എടുത്തു പറഞ്ഞ് കുന്തി മഹാറാണി സ്തുതിക്കുകയാണ്.
അപ്പൊ ഈ സിറ്റുവേഷൻ ഇപ്പൊ പറഞ്ഞ 5-6 എക്സാമ്പിൾസ് ഇതെല്ലാം വിപത്തുകളായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതെല്ലാം വിപത്തുകളായിരുന്നു, ഇതെല്ലാം പ്രശ്നങ്ങളായിരുന്നു അവരുടെ ലൈഫിൽ വരുന്നത്. എല്ലാം പ്രോബ്ലംസ് ആയിരുന്നു. കുന്തി മഹാറാണി എടുത്തു പറയണു, ഓ കൃഷ്ണ, അങ്ങ് വന്ന് എന്നെ ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച ആ വിപത്തുകളൊന്നും വിപത്തുകളെ ആയിരുന്നില്ല. ബിക്കോസ് യു ആർ ദർ വിത്ത് അസ്. സോ കുന്തി മഹാറാണി പറയാണ്, ഇനി അങ്ങ് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിപത്തുകളാണ് വരാൻ ഉദ്ദേശിക്കുന്ന എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ആ വിപത്തുകളൊക്കെ ഞങ്ങൾക്ക് വരട്ടെ. വി ആർ റെഡി ടു ഫേസ് ബിക്കോസ് യു വിൽ ബി വിത്ത് അസ്. ഓഹോ, എല്ലാ വിപത്തുകളും വന്നോട്ടെ, കാരണം യു വിൽ പ്രൊട്ടക്ട് അസ്. ഞങ്ങളുടെ കൂടെ ഇത്രയും കാലം എല്ലാ വിപത്തുകളിലും അങ്ങ് ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങും വിപത്തുകൾ ഇനി മുന്നോട്ടും വരുവാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, കാര്യം അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അതാണ് ഒരു ഡിവോട്ടിയുടെ കോൺഫിഡൻസ്. പക്ഷേ ഭക്തി ചാരു സ്വാമി മഹാരാജിനോട് ചോദിച്ചപ്പോൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് അതിമനോഹരമായിട്ടുള്ള എക്സാമ്പിൾ. അദ്ദേഹം പറയുന്നു, ഒരു ചെറിയ കുട്ടി കുട്ടിയെ അച്ഛൻ കളിപ്പിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ, കുട്ടിയെ ഇങ്ങനെ മുകളിലേക്ക് എറിയുന്നത് അല്ലെ, എയറിലേക്ക് എറിയും, മുകളിലേക്ക് എറിയും, പിടിക്കും. സോ ഇനീഷ്യലി എന്താ സംഭവിക്കുന്നത്? കുട്ടിയെ എറിയുമ്പോൾ ആദ്യം കുട്ടിക്ക് ഇത് എന്താന്ന് മനസ്സിലാവില്ല സംഭവം അല്ലെ. എറിയുന്ന സമയത്ത് ഒരു പേടിയൊക്കെ ഉണ്ടാവും ആദ്യം ചെയ്യുമ്പോൾ, ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത്. എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛന്റെ കയ്യിൽ വരികയാണെന്ന് മനസ്സിലായി, അച്ഛൻ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും കുട്ടിക്ക്. പിന്നെ കുട്ടിക്ക് കോൺഫിഡന്റ് ആയി, പിന്നെ ഒരു പ്രശ്നവും. പിന്നെ രണ്ടാമത് എറിയുമ്പോ പിന്നെ ആളെ ടെൻഷൻ ഇല്ല ആൾക്ക്. പിന്നെ 2-3 പ്രാവശ്യം കഴിയുമ്പോൾ ചിലപ്പോ അച്ഛൻ നിർത്തും. അപ്പൊ കുട്ടി പറയും ഇനിയും എറിയൂ എന്ന് പറയും. കുട്ടി പിന്നെ അത് എൻജോയ് ചെയ്ത് തുടങ്ങും. ശരിയല്ലേ? ഇതേ അവസ്ഥയാണ് കുന്തി മഹാറാണിക്ക്. കുന്തി മഹാറാണി പറയുവാണ്, കൃഷ്ണ, ഞങ്ങൾ അങ്ങയുടെ കയ്യിലുള്ള കുട്ടികളെ പോലെയാണ്. യു ആർ ത്രോയിങ് അസ് ഇൻ ദ എയർ. അപ്പൊ ഇനീഷ്യലി ഞങ്ങള് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യത്തെ എറിയലിൽ തന്നെ അങ്ങ് വന്ന് ഞങ്ങളെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട് ദാറ്റ് യു ആർ പ്രൊട്ടക്ടിങ്, യു ആർ ഹോൾഡിങ് അസ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കുന്തി മഹാറാണി പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ആ കുട്ടി അല്ലെങ്കിൽ അച്ഛൻ കുട്ടിയെ എറിയുന്നത് ആ കുട്ടിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിലേക്ക് എറിയുന്നുള്ളൂ. അല്ലാതെ ഒരൊറ്റ എറിയില് ഹയർ പ്ലാനറ്ററി സിസ്റ്റത്തിലേക്കൊന്നും എറിയുന്നില്ല അച്ഛൻ. ഒറ്റ എറിയലില് സ്വർഗലോകത്തിലേക്ക് പോകുന്നുണ്ടോ കുട്ടി? ഇല്ല. ഒരു ഹൈറ്റ്, പറ്റുന്ന ഒരു ഹൈറ്റിൽ എറിയുന്നു, ആ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്ന ഒരു തരത്തില്. അതേപോലെയാണ് ഭഗവാൻ. പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വരുന്നു, നമ്മളെ എറിയുന്ന പോലെ തോന്നുന്നു, ഭഗവാൻ നമ്മളെ പിടിക്കുന്നു. പക്ഷെ ആ എറിയലും ഭഗവാൻ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്ര ഹൈറ്റിലേക്ക് എറിയുന്നുള്ളൂ നമ്മളെ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, വീണ്ടും വീണ്ടും എറിഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് എറിയുന്നു, പിടിക്കുന്നു, മുകളിലേക്ക് എറിഞ്ഞു, പിടിക്കുന്നു. ഇതൊരു കളിയായി മാറുന്നു. കുട്ടി എൻജോയ് ചെയ്യുന്നു. പിന്നെ ഈ മുകളിലേക്ക് എറിയൽ നിർത്തുമ്പോൾ കുട്ടി പറയുന്നു ഇനിയും ചെയ്യും എന്ന് പറയുന്നു. അതേ ആ ഒരു അവസ്ഥയിലാണ് കുന്തി മഹാറാണി. ഓരോ പ്രാവശ്യവും ഭഗവാൻ ഇവരെ പാണ്ഡവരെ മുമ്പിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭഗവാൻ വന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും വന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സിറ്റുവേഷനിലും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ ഫൈനലി കുന്തി മഹാറാണി പറയാണ്, അവർക്ക് അവരുടെ ഉള്ളിൽ ഈ പ്രശ്നങ്ങള്, വിപത്തുകള് ആനന്ദകരമായി മാറുവാണ്. കാര്യം എന്താണ്? ഓരോ സിറ്റുവേഷനിലും ഭഗവാൻ നേരിട്ട് വന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു, അവരുടെ കൂടെ തന്നെയുണ്ട്. സോ അവര് ഇതിൽ അവരുടെ ഉള്ളിൽ വിഷമമല്ല വരുന്നത്, മറിച്ച് ഈ കുട്ടിക്ക് എങ്ങനെയാണോ ആ ഒരു സിറ്റുവേഷൻ പോസിറ്റീവായിട്ട് കുട്ടി കാണുന്നത്, കുട്ടി ഒരു കളിയാക്കി മാറ്റുന്നത്, കുന്തി മഹാറാണിക്കും പാണ്ഡവർക്കും ഓരോ വിപത്തുകളും ആനന്ദകരമായി മാറുവാണ്. കാര്യം എല്ലാ സമയത്തും ഭഗവാൻ കൂടെയുണ്ട്. ഭഗവാൻ അവിടെ വന്ന് രക്ഷിക്കുന്നുണ്ട് അവരുടെ കൂടെ തന്നെ ഉണ്ട്. സോ ഇതാണ് അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നത്. അതിമനോഹരമായിട്ടുള്ള എക്സ്പ്ലനേഷൻ. സോ ഈ ഒരു എക്സാമ്പിൾ ഓർത്തു കഴിഞ്ഞാൽ
നമുക്ക് മനസ്സിലാക്കാം ലൈഫിൽ ഇതുപോലെ പല സിറ്റുവേഷൻസും വരുമ്പോൾ ആക്ച്വലി നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഭയ, ക്രോധ, ഈ പറയുന്ന ഒരു അനർത്ഥങ്ങളും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല. എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്നു, ഭഗവാന്റെ കാരുണ്യമായിട്ട് കാണുന്നു. സോ അതിമനോഹരമായിട്ടുള്ള ശ്ലോകം ഈ എക്സാമ്പിൾസ് ഒക്കെ ഓർമ്മിപ്പിച്ചു. കാര്യം ഇവിടെ ഒരു തപസ് എന്ന് പറയുന്ന ഒരു വാക്ക് വന്നുകൊണ്ട് ഇത് അങ്ങോട്ടേക്ക് പോയതാണ്. നമ്മൾ ഭാവാർത്ഥം വായിച്ചില്ല, എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതിനു മുമ്പേ തപസ്യ അങ്ങോട്ട് കൊണ്ടുപോയി. ഓക്കെ, സോ വെരി വെരി ബ്യൂട്ടിഫുൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. സോ ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് കേട്ടു, പഠിച്ചു. ടോളറേറ്റ് ചെയ്യുന്ന കാര്യം, പിന്നെ കൃഷ്ണപ്രേമം എന്താണെന്നുള്ളതൊക്കെ നമ്മളിന്ന് കേട്ടു. ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കൂടുതലുള്ള ആളുകൾക്ക്, മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് കൂടുതലുള്ള ആൾക്കാർക്ക് ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അവർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. കാര്യം അവർ ശരീരബോധത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് ആധ്യാത്മിക ജ്ഞാനം, ആത്മീയ തരത്തിലുള്ള ജ്ഞാനം കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കയറില്ലാകുന്നു. ആ പാത്രം പ്രോപ്പർ അല്ല. അതുകൊണ്ട് കാര്യം അവരുടെ അറ്റാച്ച്മെന്റ് കൂടുതലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോടാണ്. അവിടെയാണ് പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. അവര് അന്ധകാരത്തിലിരിക്കുകയാണ്. അവര് ഭഗവാനെ മനസ്സിലാക്കുന്നില്ല, ഭഗവാന്റെ രൂപത്തെ മനസ്സിലാക്കുന്നില്ല, ഒന്നും തന്നെയില്ല. പലവരും നിരാകാരവാദികളുണ്ട് അതിന്റെ ഇടയിൽ. അത് കഴിഞ്ഞാൽ അടുത്ത ലെവൽ ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ബ്രഹ്മവാദികൾ എന്ന് പറയുമ്പോൾ അവര് ഓക്കെ ഭഗവാൻ എന്ന് പറഞ്ഞു ശക്തിയാണെന്നെങ്കിൽ അവർ മനസ്സിലാക്കുന്നു. അവസാനം പിന്നെ അവരുടെ ആഗ്രഹം ഭഗവാനിലേക്ക് ലയിക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെ അപ്പോൾ പല കാറ്റഗറിയിലുള്ള ആൾക്കാരെ കുറിച്ച് പറയാം. ഒന്ന് അന്ധവിശ്വാസം, അല്ലെങ്കിൽ അവിശ്വാസികള്, പിന്നെ അതിനപ്പുറത്ത് കുറച്ച് പിന്നെ വിശ്വാസം ഉള്ളവര്, ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെന്റും ഉണ്ട് അവർക്ക്, പക്ഷെ വിശ്വാസം കുറച്ചുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ലെവലാണ് പിന്നെ അവർ ആത്മീയ തലത്തിൽ ചിന്തിച്ചു കൊടുക്കുന്നത് മായാവാദികൾ അല്ലെങ്കിൽ നിരാകാരവാദികളൊക്കെ. അങ്ങനെ ഹയസ്റ്റ് സ്റ്റേജ് ആണ് ഭഗവാനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ രൂപത്തെക്കുറിച്ചും ഭഗവാന്റെ ധാമത്തെക്കുറിച്ചും ഭഗവാൻ ഇരിക്കുന്ന അബോർഡിനെ കുറിച്ചും, അതേപോലെ നമ്മളും ഭഗവാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, നമ്മൾ ആക്ച്വലി ആരാണ് എന്നുള്ളതൊക്കെ പ്രോപ്പർലി മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അംശമാണ് എന്ന് മനസ്സിലാക്കുന്നവര്. നമ്മൾ ആരും ഭഗവാനല്ല, നമ്മൾ ആരും ദൈവമല്ല, നമ്മളെല്ലാവരും ഭഗവാന്റെ അംശം മാത്രമാണ്, ചെറിയൊരു അംശം മാത്രമാണ്. പക്ഷേ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഭഗവാനുമായിട്ട്. ഇറ്റേണൽ ആയിട്ടുള്ള, ശാശ്വതമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട് നമുക്ക്. സോ ആ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ റിവൈവ് ചെയ്യലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്തിയുത സേവനങ്ങൾ ഒക്കെ ആക്ച്വലി ആ ഒരു റിലേഷൻഷിപ്പിനെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് മനുഷ്യജന്മം കൊണ്ട് ചെയ്യേണ്ട കാര്യം. മനുഷ്യജന്മത്തിലൂടെ മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കുള്ളൂ, റിവൈവ് ചെയ്യാൻ സാധിക്കുള്ളൂ. മൃഗത്തിന്റെ ബോഡിയിൽ ഇരിക്കുകയാണെങ്കിൽ, മരത്തിന്റെ ബോഡിയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കുമോ? സാധിക്കില്ല. എങ്ങനെ സാധിക്കും? ഭാഗവതം കേൾക്കാൻ സാധിക്കൂ? ഭഗവത്ഗീത കേൾക്കാൻ സാധിക്കുമോ? നാമം ജപിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അപ്പൊ നമുക്ക് പറ്റുന്നത് മനുഷ്യജന്മം ഉള്ളവർക്കേ ഇത് സാധിക്കുള്ളൂ. സ്പിരിച്വൽ അല്ലെങ്കിൽ കൃഷ്ണ കോൺഷ്യസ്നസ്, കൃഷ്ണ അവബോധം. സോ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ശില പ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, എല്ലാ തരത്തിലുള്ള മിസ്കൺസെപ്ഷൻസിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ സാധിക്കും. ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉള്ളവര്, നമ്മുടെ ഐഡന്റിറ്റി തിരിച്ചറിയാത്തവര്, അതേപോലെ ഇതൊക്കെ ചില ആൾക്കാർ, ശിലപ്രഭുജി പറയുന്നു, ഇതെല്ലാം കുറച്ച് സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പല കാര്യങ്ങളും അവര് തുടക്കം വെക്കുന്നു അല്ലെങ്കിൽ തുടങ്ങുന്നു. പക്ഷെ അവർക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. കാര്യം പല രീതിയിലും അവരെ മിസ്ഡയറക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും വരുമ്പോൾ അതൊക്കെ മാറിപ്പോകുന്നു. പിന്നെ അവസാനം ഇതെല്ലാം ഒതൊന്നുമില്ല, അവസാനം അവർ പറയും ഭഗവാൻ ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഹോപ്പ്ലെസ് ആയി മാറുന്നവര്. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. പിന്നെ അപ്പൊ അങ്ങനെയുള്ളവര് ആണ് പിന്നെ ഓക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസ് എൻജോയ്മെന്റിനുള്ളത് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് പിന്നെ അവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, പല 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 കാര്യങ്ങളും ചെയ്യുക, ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടുക.
കാര്യം അവർക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാര്യം ഒരു സ്പിരിച്വൽ കൺക്ലൂഷനിലേക്ക്, സ്പിരിച്വൽ റിയലൈസേഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ നോളജ് പ്രോപ്പർലി അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോ ശില പ്രഭുജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരുവിനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം, അദ്ദേഹത്തിന്റെ അഡ്വൈസ് പ്രകാരം, അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഗൈഡൻസ് പ്രകാരം നമ്മൾ ഭക്തിയുത സേവനങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ മിസ്കൺസെപ്ഷൻസും നമുക്ക് പുറത്തു വരാൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് ഇവിടെ ആദവ് ശ്രദ്ധ തഥാ സാധു സംഘ, ആ ശ്ലോകം ഇവിടെ കോട്ട് ചെയ്യുന്നു. 9 സ്റ്റേജസ് ഭക്തിയിലുള്ളത് എന്തൊക്കെയാണ്? ശ്രദ്ധ, സാധുസംഘ, ഭജനക്രിയ, അനർത്ഥ നിർവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ. എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറിയാത്തവര് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ്. ഇതാണ് 9 ലെവൽസ് ഓഫ് ഭക്തിയിലുള്ള 9 ചവിട്ടുപടികൾ. 9 നമുക്ക് പറയാം ലാഡർ സ്റ്റെപ്സ്. എന്താണ്? ശ്രദ്ധ. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസം. സോ ശ്രദ്ധ, സാധുസംഘ. അപ്പൊ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ കുറച്ച് വിശ്വാസം ഉള്ളവരാണ് ഭക്തി മാർഗത്തിലേക്ക് വരുന്നത്, അല്ലെ? കുറച്ച് ഭഗവാനിലെ വിശ്വാസം ഉള്ളവര് ഇതിലേക്ക് വരുന്നു. അപ്പോൾ ആ ഇനീഷ്യൽ ഒരു വിശ്വാസം നമുക്ക് വേണം. ഫുൾ ആയിരിക്കില്ല, സ്ട്രോങ് ആയിരിക്കില്ല നമ്മുടെ വിശ്വാസം, ഫെയ്ത്ത്. പക്ഷെ എന്നാലും ഒരു വീക്ക് ഫെയ്ത്ത് ആയിരിക്കും. ബട്ട് അറ്റ്ലീസ്റ്റ് ആ വീക്ക് ഫെയ്ത്ത് കൊണ്ട് നമ്മൾ പ്രോസസ്സിലേക്ക് വരാൻ ശ്രമിക്കുന്നു. നമ്മളെല്ലാവരുടെ അവസ്ഥ അങ്ങനെയാണ്. ശ്രദ്ധ. സാധുസംഘ, അങ്ങനെ നമ്മൾ സാധുസംഘത്തിലേക്ക് വരുന്നു, ഭക്തരുടെ ഇടയിലേക്ക് വരുന്നു. അങ്ങനെ ഭക്തരുടെ ഇടയിലേക്ക് വരുന്നു. ഇനി അതിന്റെ കൂട്ടത്തിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒരു ആധ്യാത്മിക ഗുരുവിനെ കൂടെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഭജനക്രിയ ചെയ്യുന്നു. ഭജനക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുത സേവനങ്ങൾ, നാമജപം, കീർത്തനം, ഭാഗവതം പഠനം, ഭഗവത്ഗീത പഠനം, നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതെല്ലാം സാധുസംഘം കൊണ്ട് കിട്ടുന്നതാണ്. ഇതെല്ലാം ഭജനക്രിയകളാണ്. സത്സംഗങ്ങൾ കൂടി നമ്മൾ ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും പഠിക്കുന്നതും നാമം ജപിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ. സോ ഇതാണ് പ്രോസസ്സ്. ആര് പറഞ്ഞു തരുന്നത്? ആധ്യാത്മിക ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. സാധുസംഘത്തിലൂടെ നമുക്കത് ലഭിക്കുന്നു. ഭജനക്രിയ ചെയ്ത്, അങ്ങനെ ഭജനക്രിയ ചെയ്ത് നമുക്ക് അനർത്ഥ നിവൃത്തി എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് എത്തുന്നു. അനർത്ഥങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നു. കാമ, ക്രോധ, മോഹ, ലോഭ, മോഹ, മത, മത്സര എന്ന് പറയുന്ന എല്ലാവിധ അനർത്ഥങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നു. എന്താണ് ഈ കാമക്രോധ ലോഭ? കാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലസ്റ്റ്, ക്രോധ ആങ്കർ ദേഷ്യം, ലോഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീഡ്, മോഹ എന്ന് പറഞ്ഞ ഇലൂഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, എല്ലാം തലതിരിഞ്ഞിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. കയറിനെ പാമ്പായിട്ട് ധരിക്കുന്ന പോലെ നമ്മൾ ശരീരമാണ് എന്ന് വിചാരിക്കുന്നു, ആത്മീയമാണെന്ന് മനസ്സിലാക്കാതെ ശരീരബോധത്തിലിരിക്കുന്ന അവസ്ഥ, അതൊരു അനർത്ഥമാണ്. കാമക്രോധ ലോഭ മോഹ. മത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈഡ്, അഹങ്കാരം. മാത്സര്യ എന്ന് പറഞ്ഞാൽ എൻവി എന്ന് പറഞ്ഞാൽ അസൂയ. ഇതെല്ലാം അനർത്ഥങ്ങളാണ്. അപ്പോൾ ഈ അനർത്ഥ നിവൃത്തിയാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഈ അനർത്ഥങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ് അനർത്ഥ നിർവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഭജനക്രിയയിലൂടെയാണ് അനർത്ഥ നിർവൃത്തിയിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്തുന്നത്. അപ്പൊ ശ്രദ്ധ, വിശ്വാസത്തിലൂടെ, കുറച്ച് വിശ്വാസത്തിലൂടെ നമ്മൾ സാധുസംഘത്തിലേക്ക് വരുന്നു, ഭക്തരുടെ കൂടെ എത്തുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആധ്യാത്മിക ഗുരുവിനെയും കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നതനുസരിച്ച് ഭജനക്രിയ ചെയ്യുന്നു. ഭജനക്രിയ എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തിയുത സേവനങ്ങളും. അത് നമ്മൾ പ്രോപ്പർലി ആത്മാർത്ഥപരമായിട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അനർത്ഥ നിർവൃത്തിയും സംഭവിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ശ്രദ്ധ കൂടുന്നു, അല്ലെങ്കിൽ വിശ്വാസം കൂടുന്നു. ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃത പദമാണ്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമുക്ക് പറയാൻ സാധിക്കില്ല. ഫെയ്ത്ത് എന്നേ പറയാൻ സാധിക്കുള്ളൂ. ആക്ച്വലി ഫെയ്ത്തിനേക്കാൾ ഡീപ്പ് മീനിങ് ഉണ്ട് ശ്രദ്ധ എന്ന് പറയുന്ന വാക്കിന്. പക്ഷെ നമുക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫെയ്ത്ത് എന്ന് പറയാം. അതിനപ്പുറത്തേക്ക് ഡെപ്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല. ബട്ട് ഫെയ്ത്ത് എന്നെങ്കിലും മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ഒരു ചെറിയ ഫെയ്ത്ത് കൊണ്ട് നമ്മൾ വന്നു, ആ ഫെയ്ത്ത് കൂടും. എങ്ങനെ? ഭജനക്രിയ ചെയ്ത് സാധുസംഘത്തിൽ ഇരുന്നിരുന്നത് നമ്മുടെ ഫെയ്ത്ത് കൂടും, ശ്രദ്ധ സ്ട്രോങ് ആവും. അങ്ങനെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നു, അനർത്ഥങ്ങൾ പോകുന്നു. അതിനുശേഷമാണ് നിഷ്ഠ എന്ന് പറയുന്ന സ്റ്റേജ്. നിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ഭക്തി സേവനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു.
ഒന്നിനെ നമ്മളെ മാറ്റാൻ സാധിക്കില്ല. എന്ത് സിറ്റുവേഷൻ വരുമ്പോഴും വി ആർ സ്റ്റഡി. അതിനാണ് നിഷ്ഠ. അതിനപ്പുറത്തെ സ്റ്റേജിനെയാണ് രുചി എന്ന് വിളിക്കുന്നത്. രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടി തുടങ്ങി. ഈ ഭക്തിയുത സേവനങ്ങളിലെ ഒരു ടേസ്റ്റ് കിട്ടി തുടങ്ങി. നമുക്ക് ആ ടേസ്റ്റ് ആസ്വദിച്ചു തുടങ്ങി നമ്മൾ. അതിനുശേഷമാണ് പിന്നെ ആസക്തി എന്ന് പറയുന്ന സ്റ്റേജ് വരുന്നത്. രുചിക്ക് ശേഷം ആസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ലാതെ പറ്റാത്ത അവസ്ഥയായി. നാമം ജപിക്കാൻ അതായത് നാമം ജപിക്കുക, ഭഗവാനെ കുറിച്ച് കേൾക്കുക, അതായത് ആസക്തി. പൂർണ്ണമായിട്ടും നമ്മുടെ എല്ലാവിധ അറ്റാച്ച്മെന്റും ഭക്തിയുത സേവനങ്ങളിൽ മാത്രം, ഭഗവാനിൽ മാത്രം. ആ ഒരു സ്റ്റേജിനെ ആസക്തി എന്ന് പറയുന്നത്. ആസക്തി കഴിഞ്ഞാലുള്ള സ്റ്റേജാണ് ഭാവ എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. ഭാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ സ്പിരിച്വലി നമ്മൾ മെച്ചുവറായി വരുന്ന ഒരു സ്റ്റേജുകളാണ് ഇതെല്ലാം. സ്പിരിച്വൽ മെച്യൂരിറ്റി വന്ന് നമ്മുടെ ശരീരത്തിലൊക്കെ നമുക്ക് ഇത് ഫീൽ ചെയ്ത് തുടങ്ങും. ഭാവഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ആവും നമ്മൾ. ചിലപ്പോൾ അഷ്ടസ്വാത്വിക വികാരങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അതായത് ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ, കാണുമ്പോൾ ഒക്കെ അഷ്ടസ്വാത്വിക വികാരങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് പല പല കാര്യങ്ങൾ. അഷ്ടസ്വാത്വിക വികാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നു എന്തൊക്കെയാണെന്നുള്ളത്. അതായത് രോമകൂപങ്ങൾ, എഴുന്നേറ്റ് നിൽക്കുന്നു, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു, ശബ്ദം ചോക്കാവുന്നു, ഇതൊക്കെ കാര്യം. ഇതെല്ലാം കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് സാധാരണ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന പോലെയല്ല കേട്ടോ. നമ്മൾ വിചാരിക്കും, ഓ ഞാനും നാമം ജപിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമ കണ്ടാലും കരയുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ വളരെ എളുപ്പമാണ് കരയാൻ. അത് ഓൾറെഡി ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള കരച്ചിലിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇത് ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷാശ്രുക്കൾ, ആനന്ദാശ്രുക്കൾ, ഭഗവാനുമായിട്ട് കണക്ട് ആവുമ്പോൾ കിട്ടുന്ന അതീന്ദ്രിയ തലത്തിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അല്ലാതെ സിനിമ കാണുമ്പോഴും കരയുന്നു, അതേ വ്യക്തി തന്നെ പറയുന്നു, ഓ എനിക്ക് ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ ഇന്നലെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും പാസ്റ്റ് ടൈം ക്ലാസ്സിൽ പറയുമ്പോഴേക്കും കരയും, കണ്ണിൽ നിന്ന് വെള്ളം വരും. ഇതേ വ്യക്തികൾ സിനിമ കണ്ടിട്ടും കരയുന്നുണ്ട്. ഓ മോഹൻലാലിനെ അടിച്ചു, അല്ലെങ്കിൽ മറ്റാളെ അടിച്ചു, ഹീറോയിനെ അടിച്ചു, ഹീറോയിൻ ഇത് പറ്റി എന്നൊക്കെ പറഞ്ഞ് കരയുന്നവർ. ആ കരയുന്ന ആൾക്കാരായിരിക്കും ഇവിടെയും കരയുന്നത്. സോ അതൊരു നേച്ചർ ആയിരിക്കും അവരുടെ. പക്ഷെ നമ്മൾ പറയുന്ന കരച്ചില് സാധാ കരച്ചിലല്ല, അതീന്ദ്രിയ തരത്തിലുള്ള കരച്ചിലിനെ കുറിച്ചാണ്. അതൊരു കരച്ചിലല്ല ആക്ച്വലി, അത് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് മാത്രം. പക്ഷെ അതൊരു ആനന്ദമാണത്. അപ്പോൾ ആ ഒരു സ്റ്റേജിനെ ഭാവ എന്ന് പറയും. അത് നമുക്ക് തിയററ്റിക്കലി മനസ്സിലാക്കാനേ ഇപ്പൊ സാധിക്കുള്ളൂ. ആ സ്റ്റേജിലേക്ക് നമ്മൾ ആരും എത്തിയിട്ടില്ല. തീർച്ചയായിട്ടും അനർത്ഥ നിർവൃത്തിയിലേക്ക് വരെ എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവിടേക്ക് എത്തുന്നത്? നമ്മുടെ അനർത്ഥങ്ങൾ പോലും പോയിട്ടില്ല, അല്ലെ? അപ്പൊ ഇതൊക്കെ ഒരുപാട് മുമ്പിലുള്ള സ്റ്റേജസ് ആണ്. സോ അങ്ങനെ ഒരു സ്റ്റേജിനെയാണ് ഭാവഭക്തി എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പ്രേമ എന്ന് പറയുന്ന സ്റ്റേജ്. 9 സ്റ്റേജസ് ആണ് പറയുന്നത്. അല്ലെ, ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിനെയാണ് പ്രേമ എന്ന് പറയുന്നത്. പിന്നെ ചൈതന്യ ചരിതാമൃതത്തിൽ ഈ പ്രേമത്തിനും ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കുറച്ച് ഹൈ ലെവൽ കാര്യങ്ങളാണ്. സോ പ്രേമത്തിനും വേറെയും ഡിവിഷൻസ് ഉണ്ട്. ബട്ട് നമ്മളെ സംബന്ധിച്ച് അറ്റ്ലീസ്റ്റ് ഈ 9 സ്റ്റേജസ് മനസ്സിലാക്കുക എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? ഹയസ്റ്റ് പെർഫെക്ഷൻ സ്റ്റേജ് ആണ് പ്രേമഭക്തി. നമ്മൾ പ്രേമഭക്തി എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ് ലവ് ഓഫ് ഗോഡ് ഹെഡ്, എന്താണ് കൃഷ്ണപ്രേമം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സ്റ്റേജിലേക്ക് എത്തുക എന്നുള്ളത് അൺകണ്ടീഷണൽ ആയിരിക്കണം. ഈ പറഞ്ഞ നമ്മള് ശ്രീല രാമദാസ് മഹാരാജിന്റെ എക്സ്പ്ലനേഷനിലും ഈ 4 പോയിന്റ്സ് പറഞ്ഞു. ഇതെല്ലാം അൺകണ്ടീഷണൽ ആയിരിക്കണം. അഹൈതുകി. അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നാച്ചുറലായിട്ട് നമുക്ക് തോന്നുന്ന, അതായത് നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് ഉള്ള പ്രേമം അല്ലെങ്കിൽ സ്നേഹത്തെയാണ്. വി ആർ നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ, ബട്ട് അറ്റ് ദ സെയിം ടൈം വി ആർ ഗിവിങ് അവർ ഫുൾ ഹാർട്ട് ടു ദാറ്റ് പേഴ്സൺ. അതാണ് ആക്ച്വലി പ്രേമം. സോ അൺകണ്ടീഷണൽ, അൺമോട്ടിവേറ്റഡ്, ആ ഒരു സ്റ്റേജ്. സോ അതാണ് 9 സ്റ്റേജസ് ഭക്തി സേവനങ്ങളിൽ. ഇപ്പൊ ശില പ്രഭാജി ഇത് പറഞ്ഞുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഇതെല്ലാം നമുക്ക് സാധിക്കുന്നു എങ്ങനെയാണ്? അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ. ഒരു ആധ്യാത്മിക ഗുരു, പ്രോപ്പർ ആയിട്ടുള്ള പരമ്പരയിൽ വരുന്ന ആധ്യാത്മിക ഗുരുവിന്റെ കീഴിൽ നിന്ന്
പഠിച്ചു മുന്നോട്ട് പോകുമ്പോൾ ആണ് നമുക്ക് ഈ ഒരു സ്റ്റേജസിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഭഗവാൻ പറഞ്ഞ പോലെ ഭീതരാഗ ഭയക്രോധ എന്നൊക്കെ പറയുന്ന ഇതിൽ നിന്നൊക്കെ പുറത്തു വരാൻ സാധിക്കുന്നത് ഓൺലി under the guidance of a spiritual master, proper bona fide spiritual master. സോ നമ്മളെ സംബന്ധിച്ച് വി ആർ ഓൾ ഫോർച്ചുനേറ്റ്. ആ കാര്യത്തിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാണ്. എല്ലാവരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. കാര്യം ശ്രീല പ്രഭുപാജിനെ പോലുള്ള ഒരു ജഗദ്ഗുരുവിനെ നമുക്ക് കിട്ടി. അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം ഇതെല്ലാം ഈ ഭാവാർത്ഥമൊക്കെ നമുക്ക് എഴുതി തന്നിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾസ് ഒരുപാട് ശുദ്ധ ഭക്തരുണ്ട്. അവരെല്ലാവരും പ്രോപ്പർ ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ആണ്. അപ്പൊ അവരുടെ കീഴിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതെല്ലാം പഠിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഇനി വേറെ സമ്പ്രദായത്തിലും ഉണ്ട്. നമ്മുടെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം മാത്രമല്ല പറയുന്നത്, ഹരികൃഷ്ണ പ്രസ്ഥാനത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഇതേപോലെ ഗൗഡീയ മഠമുണ്ട്, അത് ഗൗഡീയ സമ്പ്രദായം തന്നെ. പിന്നെ ശ്രീ സമ്പ്രദായമുണ്ട്, ശ്രീപാദ രാമാനുജാചാര്യരുടെ സമ്പ്രദായം, ശ്രീപാദ് മാധവാചാര്യരുടെ സമ്പ്രദായമുണ്ട്, വിഷ്ണുസ്വാമിയുടെ രുദ്ര സമ്പ്രദായം, ശ്രീ സമ്പ്രദായം. ഒത്തന്റിക് ആയിട്ടുള്ള ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വൈഷ്ണവ സമ്പ്രദായങ്ങളിലും ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ബോണഫൈഡ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരു ഉണ്ടെങ്കിൽ അവരുടെ കീഴിൽ പഠിക്കുമ്പോൾ ഹയർ സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രസ്ഥാനത്തിൽ മാത്രമല്ല, നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമുക്ക് മാത്രമേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്നുള്ളത്. പക്ഷെ ഗൗഡീയ വൈഷ്ണവിസത്തിന് സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് നമുക്ക് വേറെ ഒരു ഡിസ്കഷൻ പറയാം. എന്നാൽ ഒത്തന്റിക് ആയിട്ടുള്ള എല്ലാ വൈഷ്ണവ സമ്പ്രദായങ്ങളും ഓക്കെയാണ്. അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ആധ്യാത്മിക ഗുരുവിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഭക്തി സേവനങ്ങൾ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തും. അൺകണ്ടീഷണൽ അൺമോട്ടിവേറ്റഡ് പ്രേം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുന്നു. അങ്ങനെ ഭഗവാൻ പറയുന്നു, അങ്ങനെയുള്ളവരാണ് എൻ്റെ അടുത്ത് വരുന്നത് എന്നാ പറയുന്നത്. അങ്ങനെയുള്ളവരെ ഞാൻ കൊണ്ടുപോകുന്നു എന്നല്ലേ പറയുന്നത്. സോ അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യം. ഓക്കെ, ഓൾറെഡി സമയമായി, ക്ഷമിക്കുക. കൂടുതൽ ശ്ലോകങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സാധിച്ചില്ല. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫ്രൈഡേ ഇതിന്റെ ബാക്കി. ഓക്കെ, ഹരേ കൃഷ്ണ. വംശകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീമദ് ഭഗവത് ഗീത की जय. जगद्गुरु श्रील प्रभुपाद की जय. समवेद गौर भक्त वृंद की जय. गौड़ीय गुरु वृंद की जय. निताय गौर प्रेमानंद. थैंक यू. हरे कृष्ण.